ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ വീഡിയോയിൽ മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നിഫ്റ്റി എൻസ് നവംബർ സീരീസ് നിയർ 13,000 ആണ്. ആഫ്റ്റർ ഒരു വോളറ്റൈൽ ഡേയിന് ശേഷം സെൻസസ് 431 പോയിന്റ്സ് ഗെയിൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ മെറ്റൽ ഇൻഡെക്സ് 4% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റി ബാങ്ക് ഫാർമ ഇൻഡെക്സ് 1% വെച്ച് ഗെയിൻ ചെയ്തിരിക്കുന്നു. സെൻസസ് 431 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 44,259 ക്ലോസ് ആയി. നിഫ്റ്റി 128 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 12,989 ക്ലോസ് ആയിരിക്കുന്നു. 1,726 ഷെയർസ് അഡ്വാൻസ്ഡ് ആയി. 986 ഷെയർസ് ഡിക്ലൈൻഡ്. 179 ഷെയർസ് അൺചേഞ്ച്ഡ് ആയി. JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, ഗ്രസീം ഇൻഡസ്ട്രീസ്, ഹിൻഡാൽകോ, ശ്രീ സിമന്റ് ആണ് മേജർ ഗെയിനേഴ്സ് ആയത്. നിഫ്റ്റിയിൽ മേജർ ലൂസേഴ്സ് ആയത് ഏക്കർ മോട്ടോഴ്സ്, BPCL, മാരുതി സുസുക്കി, ONGC ആൻഡ് HDFC ലൈഫ്. ഇപ്പൊ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ മെറ്റൽ ഇൻഡെക്സ് നിയർലി 4% ആണ്. നിഫ്റ്റി ബാങ്ക് ഫാർമ 1% വെച്ച് ഗെയിൻ ചെയ്തു. ഗോൾഡ് ന്യൂട്രൽ ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. CLSA റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ബൈ ടാർഗറ്റ് ഓഫ് ITC 235 പെർ ഷെയർ. 25% ആണ് അപ്സൈഡ് കാണിച്ചിരിക്കുന്നത്. കാരണം ഡിവിഡൻഡ് yield 5% ഇൻക്രീസ് ആയി. നെക്സ്റ്റ് 10 ഇയേഴ്സിന് നമുക്ക് 5% നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ജെഫ്രീസ് ഓൺ ഇൻഡസ് ഇന്ത്യ ബാങ്ക് ടാർഗറ്റ് 1000 പെർ ഷെയർ. ഗോൾഡ് അതുപോലെ ക്രൂഡ് ഓയിൽ റുപ്പി അപ്ഡേറ്റ്സ് നോക്കാം. മെറ്റൽ ഇൻഡെക്സ് 3% ഇൻക്രീസ് ആയി. സെയിൽ, നാൽക്കോ, ജിൻഡാൽ സ്റ്റീൽ ഇൻക്രീസ് ആയിരിക്കുന്നു. റുപ്പി ഹയർ ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. 10 പൈസ ഹയർ ആയി. 73.81 പെർ ഡോളർ. 73.83. പ്രീവിയസ് ക്ലോസ് 73.91. NSEയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. ഐഡിയ, യെസ് ബാങ്ക്, SBIN, BHEL, ബാങ്ക് ഓഫ് ബറോഡ, PNB, ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ഇനി അതർ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ എന്തൊക്കെ നോക്കാം. ഫാർമ ഇൻഡെക്സ് ഹയർ ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. ബയോകോൺ, ഓറോബിൻഡോ ഫാർമ, ആൽക്കൈൽ ലബോറട്ടറീസ്, ഗ്ലെൻമാർക്ക് ആഡഡ് തേർഡ് കോൺസിക്യൂട്ടീവ് ഇയർ ആഡ് ചെയ്തിരിക്കുകയാണ്. സീമെൻസിന്റെ ഷെയർ പ്രൈസ് 6% കൂടിയിരിക്കുന്നു. ടാർഗറ്റ് പ്രൈസ് 900 പെർ ഷെയർ. ദിവാൻ ഹൗസിംഗ് ഫൈനാൻസ് ഷെയർ പ്രൈസ് 5% ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്തതിനു ശേഷം നെറ്റ് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. 2122. ലാസ്റ്റ് ഇയർ 6640 ഉണ്ടായിരുന്നു. റവന്യൂ 4.7% കൂടി. 10 സ്റ്റോക്കുകളാണ് 16 മുതൽ 53% വരെ റിട്ടേൺസ് തരുന്നത്. അനലിസ്റ്റുകൾ പിക്ക് ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പൊ ഏതൊക്കെ സ്റ്റോക്കിലാണ് എന്ന് നമുക്ക് നോക്കാം. നവംബർ 25 നിഫ്റ്റി റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു റെക്കോർഡ് ഹൈന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലാഭം വരുമെന്നാണ് അനലിസ്റ്റുകൾ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് UTI അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ടാർഗറ്റ് പ്രൈസ് 700 ആണ്. നല്ല സ്ട്രോങ് ബ്രാൻഡ് റെക്കഗ്നേഷൻ, റീറ്റെയിൽ പ്രസൻസ്, കണ്ടിന്യൂഡ് ഇംപ്രൂവ്മെന്റ് ഇൻ പെർഫോമൻസ്, ഇക്വിറ്റി ഫണ്ട് പെർഫോമൻസ്,
അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ടോട്ടല് നമുക്ക് UTI 700, അതുപോലെ സാൽസർ ഇലക്ട്രോണിക്സ് 162, ദാറ്റ് ഈസ് 53.3% കാണിച്ചിട്ടുണ്ട് ഇൻക്രീസ്. അതുപോലെ ശാരദ മോട്ടോഴ്സ് 33%, ശ്രീ ദിഗ്വിജയ് സിമെന്റ് 28.4% ഇൻക്രീസ് അപ്സൈഡ് കാണിക്കുന്നു. എംഫോസിസ് 23.9, അതുപോലെ ഹിഡൽബർഗ് സിമെന്റ് 16.4%, AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 20.5%, സുദർശൻ കെമിക്കൽ 21.2, അതുപോലെ വി മാർട്ട് റീറ്റെയിൽ 23.7, ആൽക്കെയിം ലാബ്സ് 23.8%. സുദർശൻ കെമിക്കൽ കമ്പനി തേർഡ് ലാർജസ്റ്റ് പിഗ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കേപ്പബിലിറ്റീസിൽ ഗ്ലോബൽ സ്കെയിലിൽ നല്ല ഒരു സക്സസ് ഉണ്ട് പിഗ്മെന്റ് ബിസിനസ്സിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം, ഗ്ലോബൽ പ്ലെയർ ആയതുകൊണ്ട്. ദെൻ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് അട്രാക്റ്റീവ് പ്ലെയർ ആണ്. അതുപോലെ ലോങ് ടേം ഔട്ട്ലുക്ക് ഉണ്ട്, നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള. ദെൻ സാൽസർ ഇലക്ട്രോണിക്സ് ക്വാർട്ടർലി റിസൾട്ട് കോവിഡിൽ കുറച്ച് കുറഞ്ഞാൽ ഇപ്പോൾ വീണ്ടും സ്റ്റഡി പെർഫോമൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ശാരദ മോട്ടോർ ഇൻഡസ്ട്രീസ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുക, ലീഡിംഗ് ആയിട്ടുള്ള ഓട്ടോ ആൻസിലറി കമ്പനിയാണ്. ദെൻ വിമാർട്ട് റീറ്റെയിൽ ഫാഷൻ റീറ്റെയിൽ ഇൻ ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ മാർക്കറ്റിൽ 56% ആണ്. 2 to 4 സിറ്റീസിൽ അഗ്രസീവ് ആയിട്ടുള്ള പുതിയ സ്റ്റോർ ഓപ്പണിങ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ നല്ല ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ദെൻ ആൽക്കെയിം ലാബ്സ് HDFC സെക്യൂരിറ്റീസ് ഇനിഷ്യേറ്റീവ് ആൽക്കെയിം ലാബ്സ് റിക്കവറി കാണിച്ചിട്ടുണ്ട്. ബെനിഫിറ്റ് അതുപോലെ തന്നെ റാങ്ക് 1 ഇൻ ആന്റി ഇൻഫെക്റ്റീവ്, റാങ്ക് 3 ഇൻ ഗ്യാസ്ട്രോ, റാങ്ക് 3 ഇൻ വിറ്റാമിൻസ്, പിന്നെ സ്റ്റഡി മാർക്കറ്റ് ഷെയർ ഗെയിൻസ്, ഹയർ ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി, ഇതെല്ലാം ഇവരുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹിഡൽബർഗ് സിമെന്റ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. എംഫോസിസ് അതുപോലെ ന്യൂ പ്രോജക്ട്സ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എംഫോസിസ് ഫോക്കസ് ചെയ്യാം. ദെൻ ശ്രീ ദിഗ്വിജയ് സിമെന്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സ്ട്രോങ് ബ്രാൻഡ് ഇമേജ്, മോണോപ്പൊളി ഇൻ ഓയിൽ വെൽ സിമെന്റ്, ബെറ്റർ ഓപ്പറേഷൻ എഫിഷ്യൻസി, പിന്നെ ഗുഡ് മാനേജ്മെന്റ് ടീം, ഇതെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു 10 സ്റ്റോക്കുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ആഫ്റ്റർ മാർക്കറ്റ് റാലിയിൽ നമുക്ക് 16 to 33% വരെ ഹൈക്ക് തരുന്ന സ്റ്റോക്കുകളാണ്. നിഫ്റ്റി എനർജി 1% ഇൻക്രീസ് ആയി. അദാനി എനർജി, IOCI, ദെൻ BPCL ഇൻക്രീസ് ആയിരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസിംഗ് ന്യൂസ് കണ്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റെ ഫ്രീ ആണ്, ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 3 സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.